ഉഭയകക്ഷി യോഗത്തിലും തീരുമാനമായില്ല. കോൺഗ്രസ് കേരള കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച രണ്ടാം വട്ടവും പരാജയപ്പെട്ടു. 2 സീറ്റ് വേണമെന്ന നിലപാടിൽ കേരള കോൺഗ്രസ് ഉറച്ചുനിന്നു. ചൊവ്വാഴ്ച വീണ്ടും ഉഭയകക്ഷി ചർച്ച നടത്താനാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും 2 സീറ്റ് വേണമെന്നുമുള്ള നിലപാടിൽ PJ ജോസഫ് ഉറച്ചുനിന്നതോടെയാണ് കോൺഗ്രസ് കേരള കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച രണ്ടാമതും പരാജയപ്പെട്ടത്. 40 മിനിറ്റ് മാത്രമാണ് ചർച്ച നീണ്ടത്. 2ാം സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന നിലപാട് കോൺഗ്രസും ആവർത്തിച്ചതോടെ ചർച്ച പരാജയപ്പെട്ടു. അടുത്ത ചർച്ച ചൊവ്വാഴ്ച ആലുവയിൽ നടത്താൻ തീരുമാനം. ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. 5-ാം തീയതിയോടുകൂടി ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ 2ാം സീറ്റിന്റെ കാര്യത്തിൽ പാർട്ടി അയഞ്ഞിട്ടില്ലെന്ന് KM മാണി തുറന്നു പറഞ്ഞു. കേരള കോൺഗ്രസ് അയഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി ആവശ്യമാണ്. അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. 5-ാം തീയതിയോടുകൂടി ഞങ്ങൾ ചർച്ച തുടരും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സന്നദ്ധത യോഗത്തിലും അതിനു മുമ്പ് KM മാണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും PJ ജോസഫ് ആവർത്തിച്ചു. മുന്നണി ഒരു സീറ്റേ നൽകുന്നുള്ളൂവെങ്കിൽ ആ സീറ്റ് തനിക്ക് വേണമെന്നാണ് ജോസഫിന്റെ നിലപാട്. പാർട്ടി സീറ്റ് തന്നാ മത്സരിക്കും. അല്ല, പാർട്ടിയിൽ പിന്നെ മുൻധാരണയനുസരിച്ച് നാളെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കാനായിരുന്നു കോൺഗ്രസ് തീരുമാനം. എന്നാൽ മുന്നണിയിലെ സീറ്റ് വിഭജനം കീറാമുട്ടിയായതോടെ സ്ഥാനാർത്ഥി നിർണയവും നീളും. ന്യൂസ് 18 കൊച്ചി. സിറ്റിംഗ് MP ആന്റോ ആന്റണിയെ ഒഴിവാക്കി പത്തനംതിട്ട ലോക്സഭാ സീറ്റിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക. മുൻ MLA K ശിവദാസൻ നായർ, DCC പ്രസിഡന്റ് ബാബു ജോർജ്, മോഹൻരാജ് എന്നിവരാണ് പട്ടികയിലുള്ളത്. എന്നാൽ യുവാക്കളെയും ഐ ഗ്രൂപ്പുകാരെയും ഒഴിവാക്കിയ പട്ടികയ്ക്കെതിരെ എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു. വിവരങ്ങളുമായി R കിരൺ ബാബു ചേരുകയാണ്. കിരൺ, പ്രത്യക്ഷത്തിൽ തന്നെ ആന്റോ ആന്റണിക്കെതിരെ പത്തനംതിട്ട DCC രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണോ ഇപ്പോൾ ഇദ്ദേഹത്തെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ഈ ഒരു ഒഴിവാക്കലിനോട് ആന്റോ ആന്റണി MPയുടെ പ്രതികരണം അത് എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്നത് വലിയ അട്ടിമറി തന്നെയാണ്. സിറ്റിംഗ് MPമാർക്കെല്ലാം സീറ്റ് നൽകുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു പൊതുധാരണ. ഈ പൊതുധാരണയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 3 സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത്. ഈ പട്ടികയിൽ 3ഉം എ ഗ്രൂപ്പുകാർ തന്നെയാണ് ഉള്ളത്. ആന്റോ ആന്റണിയും എ ഗ്രൂപ്പ് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. പക്ഷേ ആന്റോ ആന്റണി ഒഴിവാക്കിക്കൊണ്ടാണ് ഈ 3 പേരുടെ പേർ നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ബാബു ജോർജ്, മുൻ DCC അധ്യക്ഷന്മാരായ P മോഹൻരാജ്, K ശിവദാസൻ നായർ എന്നിവരുടെ പേരാണ് ഈ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഈ പട്ടികയ്ക്കെതിരെ പ്രധാനമായി ഉയർന്ന വിമർശനം, ഇവർ 3 പേരും 60 വയസ്സ് കഴിഞ്ഞവരാണ്. പ്രധാനമായി യുവാക്കൾ പറയുന്നത് 2 പേരും മുത്തച്ഛന്മാരാണ്. ഒരാൾ മുത്തച്ഛനാവാൻ നിൽക്കുന്നയാളാണ്. 50 വയസ്സിൽ താഴെയുള്ള ഒരാൾ പോലും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ യുവാക്കളെ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യവും പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ട്. 2 പേരുകളാണ് ഉയർന്നു വന്നത്. ഒന്ന് അനിൽ തോമസിന്റെ പേരാണ്. യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറി അനിൽ തോമസ്, അതോടൊപ്പം തന്നെ KPCC സെക്രട്ടറി പഴകുള മധു. ഈ 2 പേരുടെയും പേര് ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. DCC അധ്യക്ഷനെ DCC ചുമതലപ്പെടുത്തുകയായിരുന്നു പട്ടിക തയ്യാറാക്കാൻ. DCC അധ്യക്ഷൻ ജില്ലയിലെ പ്രധാന നേതാക്കളുമായി ചർച്ച ചെയ്താണ് പട്ടിക തയ്യാറാക്കിയത്. I വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും A വിഭാഗത്തിലെ ചെറുപ്പക്കാരായ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരം അഭിപ്രായം ഉണ്ടായെങ്കിലും അതിന് സ്വാഭാവികമായും മേൽക്കൈ ലഭിച്ചില്ല. ഈ 3 പേരുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഇതേ ചൊല്ലി പത്തനംതിട്ട DCCയിൽ ഇപ്പോൾ കലാപം ആരംഭിച്ചിരിക്കുകയാണ്. ശരി, R കിരൺ ബാബു തിരുവനന്തപുരത്ത് നിന്നും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള CPI നേതൃയോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും നാളെ സംസ്ഥാന കൌൺസിലുമാണ് ചേരുന്നത്. ജില്ലാ കമ്മിറ്റികൾ നൽകിയ ശുപാർശകൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് പരിഗണിക്കും. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, ഇന്നത്തെയും നാളത്തെയും യോഗങ്ങൾക്ക് ശേഷം ഒരു അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രതീക്ഷിക്കാമോ? അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏകദേശ ധാരണ ഇന്നത്തെയും നാളത്തെയും യോഗത്തോടെ ഉണ്ടാകും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് 3 പേരുകളാണ് കൗൺസിൽ നൽകിയത്. പ്രധാനപ്പെട്ട ഏറ്റവും പട്ടികയിലെ 1ാം പേരുകാരൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ്. അദ്ദേഹം മത്സരിക്കാനുള്ള നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെങ്കിലും ജില്ലാ കൗൺസിലിന്റെ പട്ടികയിൽ അദ്ദേഹത്തെ പ്രഥമ പേരുകാരനായി ഉൾപ്പെടുത്തിയും. രണ്ടാമതുള്ളത് നെടുമങ്ങാട് MLA C ദിവാകരനാണ്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി GRNന്റെ പേരും പട്ടികയിലുണ്ട്. C ദിവാകരൻ മത്സരിക്കാൻ സന്നദ്ധ ഒരുപക്ഷെ പ്രകടിപ്പിച്ചേക്കും. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ C ദിവാകരന്റെയും GRNന്റെ പേരുകളാകും പിന്നീട് പരിഗണിക്കുക. സംസ്ഥാന നേതൃത്വത്തിന് K
കേന്ദ്ര നേതൃത്വത്തിലുള്ള ആനി രാജ, ബിനോയ് വിശ്വം തുടങ്ങിയ നേതാക്കളുടെ ഒരാളെ പരിഗണിക്കണമെന്ന അഭിപ്രായവുമുണ്ട്. എങ്കിൽ ആ പേരുകളും ഇന്ന് ചർച്ചയ്ക്ക് വരും. മാവേലിക്കര മണ്ഡലത്തിലേക്ക് അടൂർ MLA ചിറ്റയം ഗോപകുമാറിന്റെ പേരിനാണ് ഏറ്റവും പ്രാധാന്യമായി പരിഗണിക്കപ്പെടുന്നത്. ചിറ്റയം ഗോപകുമാറിന്റെ പേര് തന്നെയാണ്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. തൃശ്ശൂരിലേക്ക് നിലവിലെ MP CN ജയദേവൻ മത്സരിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചാൽ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകും. അദ്ദേഹം പിന്മാറുകയാണെങ്കിൽ മുൻ മന്ത്രി കൂടിയായ KP രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയും ചെയ്യും. ഇവിടെ രാജാജി മാത്യു തോമസിന്റെ പേരും എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു മണ്ഡലമായ വയനാട്ടിൽ സത്യൻമുഖിയുടെ പേരിനാണ് പ്രഥമ പരിഗണന. PP സുരൂർ എക്സിക്യൂട്ടീവ് അംഗം PP സുരൂരിന്റെ പേരും പരിഗണനയിലുണ്ട്. ഏതായാലും ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഈ പേരുകളുടെ കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകും. നാളെ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗം എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്യും. കേന്ദ്ര അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയ്ക്ക് ഇടതുമുന്നണി യോഗം 8-ന് 15 സീറ്റിൽ CPM-ഉം 4 CPI മത്സരിക്കാൻ ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ജനതാദളിന് നൽകിയ സീറ്റിന്റെ കാര്യത്തിലാണ് അവ്യക്തത തുടരുന്നത്. ഇത്തവണ JDS സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സീറ്റ് ആവശ്യവുമായി ലോക് താന്ത്രിക് ജനതാദളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇടതുമുന്നണി യോഗത്തിന് മുന്നോടിയായി CPM-ന്റെയും CPI-യുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിനുമുള്ള ചർച്ചകൾക്കായി CPM നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ തുടങ്ങി. ഏതൊക്കെ കേന്ദ്ര കമ്മിറ്റി PB അംഗങ്ങൾ മത്സരിക്കണമെന്നും തീരുമാനിക്കും. അതേസമയം ബീഹാറിലെ ബെഗുസരായിൽ CPI സ്ഥാനാർത്ഥിയായി കനയ്യകുമാർ മത്സരിക്കാനുള്ള സാധ്യത ഏറി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്ക് രൂപം നൽകാനാണ് 2 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം. കേരളത്തിൽ 2 ടേം പൂർത്തിയാക്കിയ സിറ്റിംഗ് MPമാർക്ക് വിജയസാധ്യത മുൻനിർത്തി ഇളവ് നൽകണോ എന്നും നിശ്ചയിക്കും. PB അംഗം MA ബേബി മത്സരിക്കുമോ എന്നതിലും തീരുമാനമായിട്ടില്ല. തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ എന്നിവിടങ്ങളിൽ കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന സഖ്യത്തിന്റെ ഭാഗമാകാനാണ് CPM നീക്കം. ബംഗാളിൽ കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കാൻ കഴിഞ്ഞ PB യോഗത്തിൽ പ്രാഥമിക ധാരണയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നടത്തിയ ചർച്ചകളിൽ കോൺഗ്രസുമായി സീറ്റ് ധാരണ ഉണ്ടാക്കാനായില്ല. CPM കഴിഞ്ഞ തവണ വിജയിച്ച മുർഷിദാബാദ്, റായ്ഗഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് അവകാശവാദം തുടരുകയാണ്. CPI, RSP എന്നിവരെ ഒപ്പം നിർത്താനായെങ്കിലും ഫോർവേഡ് ബ്ലോക്ക് കോൺഗ്രസിന് വിജയസാധ്യതയുള്ള സീറ്റിൽ മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുന്നു. വിട്ടുവീഴ്ചയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനത്തിനിടെ കേന്ദ്ര കമ്മിറ്റി നിലപാട് നിർണായകമാകും. അതേസമയം ബീഹാറിലെ മഹാസഖ്യത്തിൽ 4 സീറ്റ് നൽകണമെന്ന അവകാശവാദം ഉന്നയിച്ച് CPI രംഗത്തെത്തി. ബെഗുസരായിൽ JNU സമര നേതാവ് കനയ്യകുമാറിനെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദം ശക്തമാക്കുകയാണ് പാർട്ടി. ന്യൂസ് 18 ഡൽഹി. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് BJP-യിൽ തർക്കമില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതെല്ലാം പരിഹരിച്ച് BJP മുന്നോട്ട് പോകുമെന്നും കൃഷ്ണദാസ് കൊച്ചിയിൽ പറഞ്ഞു. ഘടകകക്ഷികൾക്കും അവർക്ക് ഏത് കോൺസ്റ്റിറ്റ്യുവൻസി വേണം എന്ന് പറയാനും നിർദ്ദേശിക്കാനും അത് NDAക്കകത്ത് അവതരിപ്പിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവസാന തീരുമാനം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ സാധിക്കുക ഇത് ആ പാർട്ടിക്കാണെന്ന്. ബാലക്കോട്ട് വ്യോമാക്രമണത്തെ ചൊല്ലി രാഷ്ട്രീയ യുദ്ധം. ബീഹാറിലെ പട്നയിൽ നടന്ന സങ്കല്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. കോൺഗ്രസ് വ്യോമാക്രമണത്തിന് തെളിവ് ചോദിക്കുന്നത് ശത്രുവിനെ സഹായിക്കാനാണ്. ശത്രുവിനെ പ്രയോജനപ്പെടുത്തുന്ന പ്രസ്താവനകൾ കോൺഗ്രസ് നടത്തുന്നത് എന്തിനാണെന്നും മോദി ചോദിച്ചു. सहयोगी दलों से जानना चाहता हूं कि आखिर वो क्यों हमारे वीर जवानों का मनोबल तोड़ने में लगे हैं. आखिर क्यों कांग्रेस के नेता, उसके सहयोगी दलों के नेता ऐसे बयान दे रहे हैं जिससे देश के विरोधियों को फायदा हो रहा है. ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ BJP സർക്കാർ ദേശീയ താൽപര്യത്തെ വിറ്റുവെന്ന ആരോപണവുമായി കോൺഗ്രസ്. ജമ്മുകശ്മീരിനെ ഇന്ത്യ അധീനതയിലാക്കി, ഇന്ത്യ ഭീകരരാജ്യം തുടങ്ങിയ പരാമർശങ്ങളുള്ളതാണ് OIC-യിലെ പ്രമേയമെന്നും കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി പറഞ്ഞു. ഈ പ്രമേയം പാസാക്കിയ OIC സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ കേന്ദ്ര സർക്കാർ നയതന്ത്ര വിജയമായി അവകാശപ്പെടുന്നത് ബാലിശമാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. What happened in Abu Dhabi is extremely disturbing for India and every citizen of this country. We would like to ask the Prime Minister of India, we would like to ask the External Affairs Minister of India, is this your diplomatic achievement? That you got India labelled as a terrorist state?
ബാലാകോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് കൂടുതൽ സ്ഥിരീകരണവുമായി ജെയ്ഷെ മുഹമ്മദ് നേതാക്കളുടെ ശബ്ദരേഖ. ഹന്ദ്വാരയിൽ 3 ദിവസമായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം 5ആയി. സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഡൽഹിയിൽ നിന്ന് ലഹോറിലേക്കുള്ള സംധോധ എക്സ്പ്രസ് സർവീസ് ഇന്ന് പുനരാരംഭിക്കും. ബാലാകോട്ടിലെ ഭീകര പരിശീലന കേന്ദ്രത്തിൽ നടന്ന ഇന്ത്യൻ ആക്രമണം ജെയ്ഷെ മുഹമ്മദ് ഭീകരർ സ്ഥിരീകരിക്കുന്ന വിശദമായ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. മസൂദ് അസറിന്റെ സഹോദരൻ മുഫ്തി അബ്ദുൾ റൌഫ് അസർ പങ്കെടുത്ത പെഷാവറിലെ ചടങ്ങിന്റെ ശബ്ദരേഖയിൽ ആക്രമണത്തെ അപലപിക്കുന്നു. എന്നാൽ എത്ര പേർ മരിച്ചുവെന്ന് പറയുന്നില്ല. ഇന്ത്യൻ പൈലറ്റ് അഭിനന്ദനെ വിട്ടയച്ചത് പാക് സർക്കാരിന് നാണക്കേടായി. പാക് സർക്കാർ കശ്മീരിലെ ജിഹാദിൽ പങ്കെടുക്കണമെന്നും ശബ്ദരേഖയിലുണ്ട്. 3 ദിവസമായി ഹന്ദ്വാരയിലെ ബാബാഗുണ്ടിൽ തുടരുന്ന ഏറ്റുമുട്ടലിലാണ് 2 ഭീകരരെ സൈന്യം വകവരുത്തിയത്. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരു CRPF ജവാൻ കൂടി കൊല്ലപ്പെട്ടതോടെ മരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം 5ആയി. രൂക്ഷമായ ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലും നടക്കുന്ന പൂഞ്ച്, രജോരി ജില്ലകളിൽ 1 മാസത്തിനകം 200 വീതം സൈനിക ബങ്കറുകൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതേസമയം ഡൽഹിയിൽ തുടരുന്ന വിംഗ് കമാൻഡർ അഭിനന്ദന്റെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയായാലുടൻ വിവരശേഖരണം തുടങ്ങും. കുടുംബാംഗങ്ങളും അഭിനന്ദനൊപ്പമുണ്ട്. ന്യൂസ് 18 ഡൽഹി. കൊല്ലം ചിതറ സ്വദേശി ബഷീറിന്റെ കൊലപാതകത്തിന്റെ പേരിൽ രാഷ്ട്രീയ തർക്കം. ബഷീറിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. എന്നാൽ കോടിയേരിയുടെ ആരോപണം ബഷീറിന്റെ ബന്ധുക്കൾ തള്ളി. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പെരിയ കൊലപാതകത്തിന് തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന കോൺഗ്രസുകാരാണ് ചിതറയിൽ ബഷീറിനെ കൊലപ്പെടുത്തിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. CPMുകാർ കൊല്ലപ്പെടുമ്പോൾ മാത്രം വാക്കുതർക്കമായി വ്യാഖ്യാനിക്കുകയാണ്. കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. കോൺഗ്രസ്കാർ നടത്തിയിട്ടുള്ള തിരിച്ചടി എന്നുള്ള പ്രഖ്യാപനം നടപ്പാക്കിയാണ് ചിതറയിൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയെങ്കിലും ഇത് നിർത്തുമോ? അപ്പോൾ കോൺഗ്രസുകാർ കൊലക്കത്തി താഴെ വെക്കാൻ തയ്യാറല്ല എന്നതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. CPMന്റെ സജീവ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടതെന്നും രാഷ്ട്രീയ വൈരാഗ്യമാണ് കാരണമെന്നും CPM പ്രാദേശിക നേതൃത്വവും ആരോപിച്ചു. പ്രദേശത്തെ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ ഒരു ക്രിമിനലായിട്ടുള്ള ഒരു ഗൂണ്ട ആയിട്ടുള്ള ഷാജഹാനാണ് വീട്ടിൽ കയറി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 8-9 കുത്തുകൾ കുത്തി അതിദാരുണമായി കൊലപ്പെടുത്തി. എന്നാൽ CPMന്റെ ആരോപണങ്ങൾ ബന്ധുക്കൾ നിഷേധിച്ചു. കൊലയാളിയായ ഷാജഹാൻ സ്ഥിരം ഗുണ്ടയാണെന്ന് ബഷീറിന്റെ സഹോദരൻ പറഞ്ഞു. അവൻ ഈ കഞ്ചാവും കുടിച്ച് ഇല്ലാതെ ആൾക്കാർ അങ്ങനെ വെട്ടിക്കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവൻ നേരത്തെ അവന്റെ അനിയനെ കുത്തിയിട്ടുണ്ട്. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് കോൺഗ്രസ് വിശദീകരിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കാരണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും കോർണർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആ കൊലപാതകം കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചിതറയിൽ CPM പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകൻ ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ചവറയിൽ ITI വിദ്യാർത്ഥി മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നു. കേസിലെ പ്രധാന പ്രതി സരസൻ ഉൾപ്പെടെ 5 പേരെയാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. പ്രതികളെ CPM സംരക്ഷിക്കുന്നുവെന്ന് കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ അച്ഛൻ ആരോപിക്കുന്നു. രഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ ഇതുവരെ ഒരു പ്രതിയെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ ജയിലിൽ വാർഡനായിരുന്ന വിനീതാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഏക പ്രതി. രഞ്ജിത്തിനെ മർദ്ദിക്കാൻ ഒപ്പമുണ്ടായിരുന്ന മറ്റ് 5 പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ CPM പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് രഞ്ജിത്തിന്റെ അച്ഛൻ ആരോപിക്കുന്നു. കണ്ടാൽ അറിയാവുന്ന 2-3 പേരുണ്ടായിരുന്നു. അവരെ ആരെയും പിടിച്ചിട്ടില്ല. വിനീതിനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായിട്ടല്ല. ഇപ്പോഴും അത് നമുക്ക് അത്രയും ശക്തമായിട്ടല്ലെന്നാണ് തോന്നുന്നത്. ഈ സരസം പിള്ളയൊക്കെ എന്ന് പറയുമ്പം പാർട്ടി ഇനത്തിലുള്ള വകുപ്പാണല്ലോ എന്നാണ് എൻ്റെ ഒരു ഇത്. അറസ്റ്റിലായതിനു പിന്നാലെ വിനീതിനെ ജയിൽ വാർഡൻ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. വിനീതിനെ 14 ദിവസത്തേക്ക് ചവറ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വ്യക്തിവിരോധത്തെ തുടർന്ന് ജില്ലാ ജയിൽ വാർഡനായ വിനീതിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘം വീട്ടിലെത്തി രഞ്ജിത്തിനെ മർദ്ദിക്കുകയായിരുന്നു. തലക്കേറ്റ അടിയെ തുടർന്നുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ന്യൂസ് 18 കൊല്ലം. VT ബലരാമനെ തള്ളി വീണ്ടും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സോഷ്യൽ മീഡിയ ആക്രമണത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. ജനപ്രതിനിധി എന്ന നിലയിലും കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും ചുമതലകൾ നിറവേറ്റിയ ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് എന്നായിരുന്നു ബൽറാമിന്റെ പ്രതികരണം. ബാലറാമിന് ടാലന്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ബ്രില്യൻ്റ് ആണെന്ന് വെച്ചാൽ ബ്രില്യൻ്റ് ആണ്. പക്ഷെ അത് മാത്രം പോരല്ലോ. ഞാൻ KPCC പ്രസിഡന്റായി ചാർജ് എടുത്തപ്പോൾ പാലക്കാട് പോയപ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു.
ഞാൻ പേഴ്സണൽ ടോക്കിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ബൽറാം യു മസ്റ്റ് റിസ്ട്രെയിൻ യുവർസെൽഫ്, കുറച്ചൊരു നിയന്ത്രണം വേണം. VT ബൽറാമിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ന്യൂസ് 18നോട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ ഈ പ്രതികരണമാണ് ബൽറാമിനെ പ്രകോപിപ്പിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷമാണ് തന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനമെന്ന് VT ബൽറാം മറുപടി നൽകി. ഒരു ദിവസത്തെ പരിപാടികൾ വിശദീകരിച്ചായിരുന്നു ഫേസ്ബുക്കിലെ കുറിപ്പ്. പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയാണ് പ്രഥമ പരിഗണനയെന്നും ബൽറാം പറയുന്നു. ബൽറാമിന്റെ ഫേസ്ബുക്ക് പേജിലും KPCC അധ്യക്ഷന്റെ പേജിലും രൂക്ഷ വിമർശനങ്ങളാണ് മുല്ലപ്പള്ളിക്കെതിരെ ഉണ്ടായത്. സോഷ്യൽ മീഡിയ ആക്രമണം ഭയക്കുന്നില്ലെന്നും അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണിക്കുന്നുവെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അച്ചടക്കം ലംഘിക്കാൻ പാടില്ല. ആരെങ്കിലും ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇകഴ്ത്താനോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിഹത്യ നടത്താനോ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചെറുപ്പക്കാരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നവർ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. നാളെയും എന്റെ സമീപനം അതായിരിക്കും. ബൽറാമിന് തന്നെ എല്ലാ ഘട്ടങ്ങളിലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. ബൽറാമിന്റെ കാര്യത്തിൽ തനിക്ക് മാത്രമല്ല ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കൾക്കും ഇതേ അഭിപ്രായമാണെന്ന് മുല്ലപ്പള്ളി പറയുന്നു. ഇതോടെ പാർട്ടിയിൽ നിന്ന് കൂടുതൽ പ്രതികരണമുണ്ടായേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മഹാനഗരം മാലിന്യ നഗരം. ഒരിടവേളയ്ക്കു ശേഷം കൊച്ചി നഗരത്തെ വീണ്ടും മാലിന്യം വിഴുങ്ങുന്നു. മാലിന്യത്തോടൊപ്പം പകർച്ചവ്യാധികളും കൊതുക് ശല്യവും പൊട്ടിപ്പുറപ്പെട്ടു. ഒരു പതിറ്റാണ്ട് മുൻപ് ആരംഭിച്ച ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രം ഇപ്പോഴും നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുകയാണ്. പുറത്ത് മെട്രോ നഗരം, അകത്ത് മാലിന്യ നരകം. കൊച്ചി നഗരത്തിന്റെ അവസ്ഥയാണിത്. കഴിഞ്ഞ ദിവസം ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ച് നഗരം മുഴുവൻ പുക പടർന്നതോടെയാണ് പ്രശ്നം വീണ്ടും സജീവമായത്. പ്ലാസ്റ്റിക്കിനും ജൈവമാലിന്യങ്ങൾക്കും പിടിച്ച് തീയണയ്ക്കാൻ 3 ദിവസമെടുത്തു. പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയ പ്രദേശവാസികൾ പ്രതിഷേധവുമായി ഇറങ്ങിയതോടെ നഗരത്തിലെ മാലിന്യ നീക്കം നിലച്ചു. ഇതോടെ പ്ലാസ്റ്റിക് കവറുകളിൽ മാലിന്യം നിറച്ച് വഴിയോരത്ത് നിക്ഷേപിക്കാൻ തുടങ്ങി. മൂക്കുപൊത്താതെ നഗരത്തിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥ. 2008 അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് ബ്രഹ്മപുരം പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അന്ന് 94 കോടി രൂപയാണ് നഗരസഭ ഇതിനായി മുടക്കിയത്. അതിനുശേഷം വിവിധ പദ്ധതികൾ നടപ്പാക്കി പരാജയപ്പെട്ടു. കഴിഞ്ഞ വർഷം മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. അതും എങ്ങുമെത്തിയില്ല. മാലിന്യം ഒരു തീരാശാപം പോലെ ഇപ്പോഴും കൊച്ചി നഗരത്തെ പിന്തുടരുന്നു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് കോർപ്പറേഷൻ മേയറും ജില്ലാ കളക്ടറും. പുതിയ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. ന്യൂസ് 18 സംഘടിപ്പിച്ച മഹാനഗരം മാലിന്യ നഗരം ക്യാമ്പയിനിൽ സംസാരിക്കുകയായിരുന്നു ഭരണകർത്താക്കളും രാഷ്ട്രീയ പ്രതിനിധികളും. മെട്രോ നഗരം നേരിടുന്ന മാലിന്യ ദുരിതത്തെക്കുറിച്ച് ന്യൂസ് 18 സംഘടിപ്പിച്ച 2 മണിക്കൂർ തത്സമയ ചർച്ചയിൽ ഭരണകർത്താക്കളും രാഷ്ട്രീയ പ്രതിനിധികളും പൊതുജനങ്ങളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. അസഹ്യമായ ദുർഗന്ധവും ആരോഗ്യ പ്രശ്നങ്ങളുമാണ് പൊതുജനങ്ങൾ പങ്കുവച്ചത്. സർക്കാരും കോർപ്പറേഷനും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കൊച്ചി നിവാസികൾ ആവശ്യപ്പെട്ടു. മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു എഫക്റ്റീവ് സ്കീം എന്ന രീതിയിൽ നമുക്കിന്ന് വാസ്തുതി ഒന്നുമില്ല. ചെറിയ ചെറിയ വീതി കുറഞ്ഞ റോഡുകൾ, വളരെ അധികം ജനങ്ങൾ ഒരുമിച്ച് പാർക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും അധികൃതർ പെട്ടെന്നത് ഒന്ന് തിരിഞ്ഞു നോക്കി ഇതിനുള്ള എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ജനങ്ങളോട് കാണിക്കുന്ന ഒരു സ്നേഹമായിട്ടാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് ശ്വസിക്കുന്നതിൽ വരുന്ന പ്രശ്നങ്ങൾ കണ്ണിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ജനങ്ങളുടെ വികാരം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുവെന്നും ശാസ്ത്രീയമായ സംസ്കരണത്തിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്നും കോർപ്പറേഷൻ മേയർ സൗമിനി ജെയിൻ ഉറപ്പു നൽകി. തരംതിരിച്ചു വേണം വേസ്റ്റ് എടുക്കാൻ എന്നുള്ളൊരു കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നിലപാട് കോർപ്പറേഷൻ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിരോധനത്തിന് വേണ്ടി സഹകരിക്കാൻ വ്യാപാരികളെ പ്രേരിപ്പിക്കണം. അങ്ങനെ കുറെ സ്റ്റെപ്സ് ആ കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട്. പുതിയ പ്ലാന്റ് പണിത് അതിൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പുതിയ സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ട് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ആക്കി അതിനെ മാറ്റാമെന്നുള്ള പ്രതീക്ഷയിലാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പ്രധാന വെല്ലുവിളിയെന്ന് ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫറുള്ള വ്യക്തമാക്കി. ഒരു നോർമൽ ദിവസത്തിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രം ഏകദേശം 120 തൊട്ട് 140 ടണ്ണുകൾ വരെയാണ് അക്യുമുലേറ്റ് ആകുന്നത്. അപ്പോൾ ഡിസ്പോസ് ചെയ്യുന്ന ഒരു മെക്കാനിസത്തിലും പ്രശ്നമുണ്ട്. ബ്രഹ്മപുരം പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന മാലിന്യ നീക്കം പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിലും നഗരത്തിലും ഉൾപ്രദേശങ്ങളിലും മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. പതിറ്റാണ്ടുകളായി കൊച്ചി നിവാസികൾ അനുഭവിക്കുന്ന മാലിന്യ പ്രശ്നങ്ങളുടെ നേർചിത്രമാണ് നമ്മൾ കണ്ടത്. പുതിയ പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം. ടീം ന്യൂസ് 18നോടൊപ്പം എൻ ശ്രീനാഥ്, കൊച്ചി.
ഹാരിസൺ പ്ലാന്റേഷൻ വിൽപ്പന നടത്തിയ പ്രിയ എസ്റ്റേറ്റിൽ നിന്ന് അനുമതിയില്ലാതെ കരം സ്വീകരിച്ച വില്ലേജ് ഓഫീസറെ സ്ഥലം മാറ്റി. ആര്യങ്കാവ് വില്ലേജ് ഓഫീസറെയാണ് ജില്ലാ കളക്ടർ സ്ഥലം മാറ്റിയത്. സർക്കാർ അറിയാതെ കരം സ്വീകരിച്ച നടപടി മരവിപ്പിക്കാനും കളക്ടർ നിർദ്ദേശിച്ചു. കരം സ്വീകരിച്ച നടപടിക്രമത്തിലെ വീഴ്ച അന്വേഷിക്കാൻ എഡിഎമ്മിന്റെ കൊല്ലം ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ കരം സ്വീകരിക്കണമെന്ന എസ്റ്റേറ്റ് ഉടമകളുടെ അപേക്ഷയിന്മേൽ സർക്കാരിന്റെ നിർദ്ദേശം ആരാഞ്ഞ് 2 തവണ കത്തയച്ചു. എന്നാൽ മറുപടി ലഭിച്ചില്ലെന്നും കൊല്ലം ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ചർച്ച് ആക്ട് ബില്ലിനെതിരെ ക്രൈസ്തവ സഭ പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. സഭകളുടെ ഭരണം സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള ഗൂഢനീക്കമാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കെസിബിസിയുടെ ഇടയലേഖനത്തിൽ ആരോപിച്ചു. ഇത്തരമൊരു ബില്ല് തയ്യാറാക്കാനുള്ള നിയമപരിഷ്കാര കമ്മീഷന്റെ ഉദ്ദേശശുദ്ധി തന്നെ സംശയാസ്പദമാണ്. ഏതെങ്കിലും സമുദായത്തിന്റെ വസ്തുവകകളിൽ കൈവയ്ക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. കോട്ടയത്ത് ആനയെ കുളിപ്പിക്കുന്നതിനിടെ പാപ്പാന് ദാരുണാന്ത്യം. തെന്നിവീണ പാപ്പാൻ ആനയുടെ അടിയിൽപ്പെടുകയായിരുന്നു. ചെന്നിത്തല സ്വദേശി അരുൺ പണിക്കരാണ് മരിച്ചത്. രാവിലെ 9:45 കോട്ടയം കാരാപ്പുഴയിലാണ് സംഭവം. ആനപ്പുരയിൽ 1-ാം പാപ്പാൻ അരുൺ പണിക്കർ ഭാരത് വിശ്വനാഥൻ എന്ന ആനയെ കുളിപ്പിക്കുകയായിരുന്നു. കിടക്കാൻ ആനയ്ക്ക് നിർദ്ദേശം നൽകി പിൻകാലിൽ അടി നൽകി. അടിയേറ്റ ആന ഇടതുവശത്തേക്ക് വീഴുകയായിരുന്നു. പാപ്പാൻ ആനയ്ക്കടിയിൽ കുടുങ്ങി. ഉടൻ 2-ാം പാപ്പാനെത്തി അരുൺ പണിക്കരെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കോട്ടയം വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോട്ടയം. നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാകാനുള്ള ശ്രമത്തിലാണ് കേരളം. എന്നാൽ എയർപോർട്ട് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഇതിനെ പിന്നോട്ടടിക്കുമെന്ന ആശങ്കയിലാണ് ബിസിനസ് സമൂഹം. കേരളത്തിന്റെ സാധ്യതകൾക്ക് വിമാനത്താവള വികസനം നിർണായകമാണ് എന്നിരിക്കെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പോലും ഇക്കാര്യത്തിൽ വേണ്ടത്ര പക്വത കാട്ടുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. എയർപോർട്ട് ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ വരുമ്പോൾ ഈ എയർപോർട്ടിൻ്റെ പേരിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാവുന്നത് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് തലസ്ഥാനത്തെ സംരംഭക സമൂഹത്തിന്റെ ആശങ്കകൾ. അദാനിയോ മറ്റാരെങ്കിലുമോ ആവട്ടെ, വിമാനത്താവള വികസനം യാഥാർത്ഥ്യമാവണം. കൂടുതൽ ഫ്ലൈറ്റുകൾ, കുറഞ്ഞ നിരക്ക്, മികച്ച സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകണം. നിസാന് പിന്നാലെ കേരളത്തിലേക്ക് വരാനൊരുങ്ങുന്ന വൻകിട കമ്പനികൾക്ക് എയർ കണക്ടിവിറ്റി നിർണായകമാണ്. നിസാൻ തന്നെ ഇവിടെ വന്നതിനകത്ത് അവരുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ സർക്കാർ ഇവിടുത്തെ കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നിസാനിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഉള്ള കണക്ടിവിറ്റിയും കൂടെ പോയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വിമാനത്താവള വികസനം സംസ്ഥാന വികസനത്തിന്റെ ഭാഗമാണെന്നിരിക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ പക്വത കാട്ടുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ഇൻവെസ്റ്റർ വന്നാൽ ഞങ്ങൾ എതിർക്കുമെന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം അത് വളരെ വേദനാജനകമാണ്. വിമാനത്താവള നടത്തിപ്പ് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള സമരത്തിന് ഇനി പ്രസക്തിയില്ല എന്നാണ് ഇവരുടെ വാദം. മതിയായ വിമാന സർവീസ് ഇല്ല എന്ന ഒറ്റ കാരണത്താൽ തന്നെ കേരളത്തിന്റെ ടൂറിസം മേഖല അതിഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്ത് ആഭ്യന്തര ടൂറിസ്റ്റുകൾ പോലും പോകുമ്പോൾ തിരുവനന്തപുരത്തിന്റെ സാധ്യതകളാണ് ഇല്ലാതാവുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി നഗരത്തിൽ തീപിടുത്ത ഭീഷണിയുള്ള കെട്ടിടങ്ങളിൽ സുരക്ഷ കർശനമാക്കുന്നതിനാവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള. ഫയർഫോഴ്സിന് പുറമെ സ്വതന്ത്ര ഏജൻസിയെ കൂടി ഉൾപ്പെടുത്തി പരിശോധനകൾ കർശനമാക്കും. നഗരത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 256 കെട്ടിടങ്ങൾ സുരക്ഷിതമല്ലെന്ന ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. കൊച്ചി നഗരത്തിലെ 256 കെട്ടിടങ്ങൾ സുരക്ഷിതമല്ലെന്ന അഗ്നിശമന സേനയുടെ റിപ്പോർട്ട് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കർശനമാക്കാനൊരുങ്ങുകയാണ് അധികൃതർ. അപ്രോപ്രിയേറ്റ് പ്രിക്കോഷൻസ് ഇല്ലാതെ ഉണ്ടോ അവരുടെ NOC റദ്ദാക്കുകയും സെറ്റ് ബാക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അത് ഉണ്ടാക്കുകയും അങ്ങനെ ഇതിനും വേറെ റൂമുകൾ അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റണമെന്ന് നമ്മൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ക്ലിയർലി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ പരിശോധനയ്ക്കായി സ്വതന്ത്ര ഏജൻസികളെ ചുമതലപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. സുരക്ഷാ വീഴ്ചയുള്ള കെട്ടിടങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇൻഡിപെൻഡന്റ് ഒരു ഏജൻസികൾ ഹു കൻ ഡു ദിസ് ഓഡിറ്റിംഗ് വന്നാലാണ് ഇത് കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ പറ്റും. ആസ് ആൻ അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് ഇവന്റ് നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്യാപ്സ് തീർച്ചയായും വരും. കോർപ്പറേഷൻ ടൗൺ ഹാൾ, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, റവന്യൂ ടവർ, മിനി സിവിൽ സ്റ്റേഷൻ, ഗവൺമെന്റ് ആയുർവേദ കോളേജ് തുടങ്ങി വൻ കെട്ടിട സമുച്ചയങ്ങളാണ് സുരക്ഷാ ഭീഷണിയുള്ളതായി കണ്ടെത്തിയത്. വിനീത VG, ന്യൂസ് 18 കൊച്ചി.
കർഷക സംഘത്തിന്റെ വൈദ്യുതി കുടിശ്ശികയുടെ പേരിൽ കർഷകന് ജപ്തി നോട്ടീസ്. പൊന്നാനി കോൾനിലത്തിലെ ഐലക്കാട് സംഘത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന അബ്ദുൽ ഖാദറിനാണ് 9 വർഷം മുൻപത്തെ കുടിശ്ശിക പ്രശ്നത്തിൽ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. കോൾപ്പാടത്ത് മോട്ടോർ ഉപയോഗിക്കാനുള്ള വൈദ്യുതി സർക്കാർ സൗജന്യമായാണ് നൽകുന്നത്. ഇതിന്റെ തുക അതാത് കൃഷി ഓഫീസുകളിൽ നിന്നും വൈദ്യുതി വകുപ്പിലേക്ക് പോകും. ഇങ്ങനെയാണ് പതിവെന്നിരിക്കെ 2008 കുടിശ്ശികയായ 37,073 രൂപ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നാണ് അബ്ദുൽ ഖാദറിന് ലഭിച്ച നോട്ടീസ്. അക്കാലത്ത് ഇദ്ദേഹമായിരുന്നു കോൾപ്പടവിന്റെ പ്രസിഡന്റ് എന്നതാണ് ജപ്തി നോട്ടീസ് അയച്ചതിന് കാരണമായി അധികൃതർ വിശദമാക്കുന്നത്. അത് വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞു ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. വന്നത് ശരിയല്ലല്ലോ. ഒന്നുകിൽ നമുക്കൊരു ഇൻഫർമേഷൻ തരണം അല്ലേ, ഇത്ര രൂപ ബാലൻസ് നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ തരണം. അതൊന്നുമില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ജപ്തിക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു നിരക്കാത്ത കാര്യമല്ലേ. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് വൈദ്യുതി വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും നിലപാട്. പക്ഷേ ബില്ല് എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇവർക്കും കഴിയുന്നില്ല. സംഭവത്തിൽ വലിയ ആശങ്കയിലാണ് കോൾ കർഷകർ. അടുത്ത വർഷത്തേക്ക് ഒരു ഭരണസമിതിയുടെ പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ട് നിൽക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഭാവിയിൽ എന്തൊക്കെ റിക്കവറിക്ക് വേണ്ടിയിട്ട് വരും എന്നുള്ളൊരു ചോദ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷി വകുപ്പ് മന്ത്രി ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുൽ ഖാദറും കോൾ കർഷകരും. അല്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ നിലപാട്. ഐലക്കാട് നിന്നും അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സംസ്ഥാനത്തെ റേഷൻ കട ഉടമകൾക്ക് ശമ്പളം മുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. റേഷൻ കടകളുടെ നടത്തിപ്പ് പ്രതിസന്ധിയിലായി. ട്രഷറി നിയന്ത്രണത്തിന്റെ പേര് പറഞ്ഞാണ് സർക്കാർ ശമ്പളം നൽകാത്തത് എന്ന് റേഷൻ വ്യാപാരികൾ ആരോപിച്ചു. പലിശയ്ക്ക് പൈസ എടുത്താണ് ഇപ്പം റേഷൻ എടുത്തതും. അവസാന നിമിഷം മണ്ണെണ്ണ തന്നെ 5 രൂപ പലിശയ്ക്ക് എടുത്താണ് എടുത്തത്. കഴിഞ്ഞ 3 മാസമായി ഗോപകുമാറിനെ പോലുള്ള റേഷൻ വ്യാപാരികൾക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് 15,000-ഓളം വരുന്ന റേഷൻ വ്യാപാരികളാണ് പ്രതിസന്ധിയിലായത്. ട്രഷറി നിയന്ത്രണമെന്നാണ് ഭക്ഷ്യവകുപ്പ് വ്യാപാരികളോട് പറയുന്ന ന്യായീകരണം. റേഷൻ വ്യാപാരികൾക്ക് കൊടുക്കാനുള്ള പണം നൽകുന്നതിൽ ബോധപൂർവമായ വീഴ്ചകൾ ഉദ്യോഗസ്ഥന്മാർ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഫലം കിട്ടാതെ ജോലി ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ലക്ഷ്യമിടുന്നത് ഈ രംഗത്തുള്ള അഴിമതി തിരിച്ചു കൊണ്ടുവരുവാൻ ആരൊക്കെയോ ബോധപൂർവം ആഗ്രഹിക്കുന്നുവെന്ന് വേണം കരുതാൻ. 45 ക്വിന്റൽ ഭക്ഷ്യധാന്യങ്ങൾ വിൽക്കുന്ന വ്യാപാരിക്ക് 18,000 രൂപയാണ് ലഭിക്കുന്നത്. കൂടുതൽ വിൽക്കുന്ന ഓരോ ക്വിന്റലിനും 180 രൂപ അധികം നൽകണം. ഈ തുകയാണ് 3 മാസമായി മുടങ്ങിയത്. റേഷൻ വ്യാപാരിയുടെയും സഹായിയുടെയും ശമ്പളത്തിനു പുറമെ കടയുടെ വാടക, വൈദ്യുതി അടക്കമുള്ളതും ഈ തുകയിൽ നിന്ന് വേണം കണ്ടെത്താൻ. റേഷൻ കടകൾ അടച്ചിട്ട് സമരത്തിനൊരുങ്ങുകയാണ് വ്യാപാരികൾ. വരും ദിവസങ്ങളിൽ തുക നൽകുമെന്ന വിശദീകരണമാണ് ഭക്ഷ്യവകുപ്പ് നൽകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്പോർട്സ്. ഭീകരർക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളുമായുള്ള ക്രിക്കറ്റ് ബന്ധം എല്ലാ രാജ്യങ്ങളും ഉപേക്ഷിക്കണമെന്ന BCCI ആവശ്യം ICC തള്ളി. പാകിസ്ഥാനെ ലക്ഷ്യമിട്ടുള്ള നീക്കത്തെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ എതിർത്തത്. ഇക്കാര്യം ചെയർമാൻ ശശാങ്ക് മനോഹർ ബോർഡ് യോഗത്തിൽ വ്യക്തമാക്കി. BCCIയുടെ കത്ത് കിട്ടിയ കാര്യം ശശാങ്ക് മനോഹർ യോഗത്തിനൊടുവിൽ അംഗങ്ങളെ അറിയിക്കുകയായിരുന്നു. ഇത് ICCക്ക് അംഗീകരിക്കാനാവുന്നതല്ല എന്ന് ചെയർമാൻ പറഞ്ഞു. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് BCCI കത്തയച്ചത്. ലോകകപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്കും ആരാധകർക്കും ആവശ്യമായ സുരക്ഷ ഒരുക്കുമെന്ന് നേരത്തെ ICC അറിയിച്ചിരുന്നു. ജൂൺ 16-നാണ് ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.